ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ്സ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ടിപ്സ് ആൻഡ് നോളജ് എന്ത് കാര്യങ്ങളായാലും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ കൊണ്ട് മെൻഷൻ ചെയ്യുക. വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. എന്താണെന്ന് പറഞ്ഞാൽ 2 ദിവസം കൊണ്ടൊക്കെ നമുക്ക് മേ ബി നല്ലൊരു പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ, ഡൊണാൾഡ് ട്രംപ് നമുക്ക് റീസെൻ്റ്ലി ഒരു കോയിൻ തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് വാല്യൂ കൂടുതലും കുറയലും പ്രോഫിറ്റ് ആൻഡ് ലോസും വയലേഷനും ഫ്ലക്ച്വേഷനും എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു മീം കോയിൻ ആണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഇറക്കിയിരിക്കുന്നത്. അതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് നമുക്ക് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ പറ്റുമോ, ഇത് ഹോൾഡ് ചെയ്യണോ, ഇത് വാങ്ങണോ, സെല്ല് ചെയ്യണോ, ഇത് ട്രേഡ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ള എല്ലാ ഡീറ്റെയിലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഞാൻ പറയുന്നത്, ഞാൻ എല്ലാ ഇൻഫർമേഷനും ഗ്യാദർ ആക്കിയിട്ടൊരു PDF പോലെയാണ് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വിത്ത് ലൈവായിട്ട് നിങ്ങൾക്ക് അത് കാണുകയും ചെയ്യാം, ഞാൻ എക്സ്പ്ലനേഷനും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒഫീഷ്യലി ട്രംപ് കോയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ട്രംപ് കോയിൻ നല്ല രീതിയിൽ തന്നെ എല്ലാ മേജറായിട്ടുള്ള എക്സ്ചേഞ്ച്, ഇപ്പോൾ ബിനാൻസ് ആയിക്കോട്ടെ, ബിറ്റ്ഗെറ്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള പല എക്സ്ചേഞ്ചുകളിലും നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, ട്രേഡിങ് ലൈവ് ആയിട്ടുണ്ട്. പെട്ടെന്നായിരുന്നു ഇങ്ങനെ ഒരു കോയിൻ വരലും അത് കുറേ നല്ലൊരു ഇമ്പാക്റ്റ് കൊടുക്കലും. ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് അറിഞ്ഞിട്ട് ഇത് ശരിയാണോ, ഇത് സ്കാം ആണോ. ഡൊണാൾഡ് ട്രംപിൻ്റെയൊക്കെ നേരത്തെ പല കോയിനുകൾ ഇങ്ങനെ പേര് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടല്ലോ, പക്ഷേ അതൊന്നും ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളും വന്നപ്പോൾ കുറേ ആൾക്കാർക്ക് മനസ്സിലായി എന്താണ് ഇത് സ്കാം ആയിരിക്കാം എന്നുള്ളൊരു കാര്യം. പക്ഷേ നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ ട്വിറ്റർ പേജിൽ നമ്മുടെ കോയിനെ പറ്റി ഇടുന്നത് വരെ എല്ലാവരും ഇത് സ്കാം ആണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം എന്താണ്, അത് ഒഫീഷ്യലായിട്ട് ട്രംപിൻ്റെ കോയിൻ തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ട്രംപ് അതിനെപ്പറ്റി സംസാരിക്കും. നാളെയാണ് ആ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഡേ എന്ന് പറയുന്നത്. ട്രംപ് ജാനുവരി 20 അവിടെ അവൻ്റെ പ്രസിഡന്റ് വൈറ്റ് ഹൗസിൽ ഇരിക്കാൻ പോകുന്ന സമയമാണ്. നമുക്ക് ഈ ജാനുവരി 20 എന്ന് പറയുന്നത് അത് ഏറ്റവും മേജറായിട്ട് നമുക്ക് ഈ 20 എന്തുകൊണ്ടാണ് ഒരുപാട് ക്രിപ്റ്റോ ഹോൾഡേഴ്സും ഇല്ലെങ്കിൽ ക്രിപ്റ്റോയ്ക്കൊക്കെ നല്ല വാല്യൂ കൂടുമെന്ന് പറയുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു 20 ഈ ഒരു പ്രസിഡന്റ് 50 മില്യൺ ക്രിപ്റ്റോ ഹോൾഡേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ട് അത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതൊക്കെയാണ് ട്രംപ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ വോട്ട് ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഒരു മേജർ ഓഫ് പീപ്പിൾസ് ആർക്ക് വോട്ട് ചെയ്തത്, ഈ ട്രംപിന് വോട്ട് ചെയ്യുന്നതാണ്. ട്രംപിനും അറിയാം, അതേപോലെ തന്നെ അവിടുത്തെ കൂടുതൽ അമേരിക്കയിലായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഒരു ആൾറെഡി ഉള്ള ഒരു റൂമേഴ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ദ പ്രസിഡന്റ് എലക്ട് ഡൊണാൾഡ് ട്രംപ് ഹാസ് ഇൻട്രൊഡ്യൂസ് എ ന്യൂ ക്രിപ്റ്റോ കറൻസി ട്രംപ്. അപ്പോൾ നമ്മുടെ പ്രസിഡന്റ് നമുക്കൊരു ന്യൂ ക്രിപ്റ്റോ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ട്രംപ് എന്നാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസിൻ്റെ പേര്. പക്ഷേ ഇതൊരു മീം കോയിൻ ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു മീം കോയിൻ പറഞ്ഞാൽ എന്താണ്, ആർക്ക് വേണമെങ്കിൽ ഒരു കോയിൻ ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു കോയിൻ ഉണ്ടാക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോയിൻ ഉണ്ടാക്കാം. അങ്ങനെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോയിനാണ് ഈ മീം കോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബിറ്റ് കോയിൻ വെച്ചിട്ടും അങ്ങനെയുള്ളതിന് വെച്ചിട്ടൊന്നും ഒരിക്കലും നിങ്ങൾ ഇതിനെ കമ്പയർ ചെയ്യരുത്. ഞാൻ ആൾറെഡി എൻ്റെ ഗ്രൂപ്പിൽ ഒരാൾ പറയണ കേട്ടപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീപ്പായിട്ട് അറിയാത്ത കാരണമാണ്. നമ്മുടെ ഈ ബിറ്റ് കോയിനും ബേസ് കോയിനും സ്റ്റേബിൾ കോയിനും, ഈ ബേസ് എന്ന് പറഞ്ഞാൽ ബിറ്റ് കോയിൻ തന്നെയാണ്. അപ്പോൾ ഈ ബേസ് കോയിനും സ്റ്റേബിൾ കോയിനും ആൾ കോയിനും മീം കോയിനും ഇതെല്ലാം നിങ്ങൾ ആദ്യം പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ചെറിയ കുറച്ച് കാര്യങ്ങൾ ആദ്യം അറിയുള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊരു മീം കോയിൻ ആണ്. ഏറ്റവും അടിയിൽ നിൽക്കുന്നതാണ് മീം കോയിൻ. ഒരാൾ സ്വന്തം ഇഷ്ടത്തിൽ ഫണ്ടൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അയാൾ ഉണ്ടാക്കുന്ന ഒരു കോയിനാണ് ഈ ഒരു മീം കോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ഒരു കോയിനാണ് നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ അവൻ്റെ ഗ്രൂപ്പ് ആയിക്കോട്ടെ, അയാൾ ഉണ്ടാക്കിയ ഒരു കോയിനാണ് ഈ ഒരു ട്രംപ് എന്ന് പറഞ്ഞിട്ടുള്ള കോയിൻ. അപ്പോൾ ബിഫോർ ഹിസ് ഇനാഗുറേഷൻ ഓഫ് ജാനുവരി 2025 announced by social media platform including Truth Social, the coin is designed to celebrate his leadership and put upcoming presidency. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ 2025 ജാനുവരി 20 പ്രസിഡന്റ് ആയിട്ട് അവിടെ സൈൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് എൻ്റെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു ക്രിപ്റ്റോ കോയിൻ ഉണ്ടാക്കി വിടുകയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ എന്ത് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ട്രംപ് പറഞ്ഞിട്ട് ഈ കോയിൻ റിലീസാക്കിയിട്ടുള്ളത്. ആ റിലീസാക്കിയത് അവൻ്റെ ഒഫീഷ്യൽ പേജിൽ തന്നെയാണ് റിലീസാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത് ഇൻക്ലൂഡിങ് ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ ട്വിറ്റർ പേജിൽ. ഇപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് മെയിനായിട്ട് 98 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു അവൻ്റെ മെയിൻ അക്കൗണ്ട് എന്ന് വെച്ചിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും ഇത് അവർ ഒഫീഷ്യലായിട്ട് വിട്ട കാര്യം തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് അടുത്ത് നമ്മൾ നോക്കേണ്ടത്, എപ്പോഴാണ് ഇത് ലോഞ്ച് ആയത്? ജാനുവരി 18, അതായത് ഇന്നലെ 2025 ഒരു നല്ല രീതിയിൽ തന്നെ വാല്യൂ ഒക്കെ വന്നിട്ട് നല്ലൊരു ന്യൂസൊക്കെ കിട്ടിയിട്ട് ഈ കോയിൻ ലോഞ്ചായി. അപ്പോൾ
ഇതിൻ്റെ ക്യാപിറ്റലൈസേഷൻ എത്രയാണ്, മാർക്കറ്റ് ക്യാപ്പ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാം. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ റീച്ച് നിയർലി 5.5 ബില്യൺ വിത്ത് ദ പ്രൈസ് പെർ കോയിൻ പീക്കിൻ $33. അപ്പോൾ ഇതിൻ്റെ 5.5 ബില്യൺ മാർക്കറ്റ് ക്യാപ്പൊക്കെ വെച്ചിട്ട് ഇത് $33 വരെ റീച്ചായി. അത് നിങ്ങൾ തന്നെ ട്രേഡ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും, $33-34 മാക്സിമം വന്നു ഈ ഒരു ട്രംപ് എന്ന കോയിൻ ഇന്നലെ രാത്രി തന്നെ. അപ്പോൾ ഏറ്റവും ടോപ്പായിട്ട് 7th ലെവൽ മീം കോയിനൊക്കെ ആയിട്ട് ഈ നമ്മുടെ ഒരു ഇത് മാറിക്കഴിഞ്ഞു. അത്രത്തോളം ലെവലിലാണ് ഇങ്ങനെ ഒരു എന്ത് ചെയ്തത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതും. പിന്നെ എന്താ മെയിൻ ആയിട്ടുള്ള ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഡൊണാൾഡ് ട്രംപ് അവിടുത്തെ പ്രസിഡൻ്റാണ്. അപ്പോൾ അയാൾ അവിടെ എന്ത് കാര്യങ്ങൾ ചെയ്താലും ആൾക്കാർക്ക് അറിയാൻ പറ്റും. അയാൾക്ക് അവിടെ പ്രസിഡൻ്റ് ആയ കാരണം ഈ ലോകത്തുള്ള എല്ലായിടത്തുള്ള ആൾക്കാർക്കും അങ്ങനെ ഒരു ന്യൂസ് കിട്ടും. ന്യൂസ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇന്നും ഇന്നലെയും നാളെയും ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ പ്രസിഡന്റിന്റെ കാര്യമാണ്. അതേപോലെ തന്നെ ഈ പ്രസിഡന്റ് എന്താണ് ഈ പോകുന്നതിന് മുമ്പ്, സൈൻ ചെയ്യുന്നതിന് മുമ്പ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഇതൊരു ഹിസ്റ്ററി ഓഫ് ക്രിപ്റ്റോ അങ്ങനെ ഒരു ലെവലിൽ തന്നെ ഈ ഒരു കാര്യം മാറും. അപ്പോൾ എല്ലാ ന്യൂസ് ചാനലിലും എല്ലാ ഇതിലും കുറേ ആൾക്കാർ ഇതിലേക്ക് വരും, കുറേ ആൾക്കാർ ഇത് അറിയാൻ തുടങ്ങും, കുറേ ആൾക്കാർ ഇത് വാങ്ങി വെക്കും. അതേപോലെ തന്നെ നമ്മളെപ്പോലുള്ള യൂട്യൂബുകാരും ഇത് കുറേ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കും. അപ്പം ഞാനിതിൽ ലാസ്റ്റ് ഒരു ഡിസ്ക്ലെയിമറും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താണെന്ന് പറഞ്ഞാൽ ഞാനിത് വാങ്ങിക്കാൻ എല്ലാ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്, പക്ഷേ ഡിസ്ക്ലെയിമർ നമ്മൾ പറയണമല്ലോ, എന്നാൽ മാത്രമേ ശരിയാവുള്ളൂ. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ വാല്യൂ കൂടാൻ പറ്റിയ ഒരു കോയിനാണ് നമ്മുടെ ഈ ട്രംപ് എന്ന് പറയുന്നത്, അതും കുറച്ച് ദിവസത്തേക്ക് മാത്രം. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ടോക്കൺ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ എത്രത്തോളം ടോക്കൺസ് ആണ് നമ്മുടെ ഈ ആൾക്കാർക്ക് ഇത് ലൈവ് ട്രേഡിന് വേണ്ടി അവർ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 200 മില്യൺ ടോക്കൺസ് ആണ് നമുക്ക് ലൈവ് ട്രേഡിനായിട്ട് അവർ സപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ 800 മില്യൺ ടോക്കണും അവർ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു നല്ല കാര്യം അവർ ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ വായിച്ചു തരാം. ദ ടോട്ടൽ സപ്ലൈ ഓഫ് ട്രംപ് അറ്റ് സെറ്റ് ഓഫ് 1 ബില്യൺ ടോക്കൺ. ആ 1 ബില്യൺ ടോക്കൺ ആണ് നമുക്ക് മൊത്തം ടോട്ടൽ ആയിട്ടുള്ള സപ്ലൈ ഉള്ളത്. ഇനീഷ്യലി 200 മില്യൺ ടോക്കൺ ആണ് നമ്മളെപ്പോലെയുള്ള ലൈവ് ട്രേഡിനായിട്ടുള്ള നമ്മുടെ ഈ ഒരു പബ്ലിക്കിന് അവർ കൊടുത്തിട്ടുള്ളൂ. വൈൽ റിമൈനിങ് 800 മില്യൺ ആർ ഹെൽഡ് ബൈ CCI ഡിജിറ്റൽ LLC ആൻഡ് അതിൻ്റെ ഓരോ ഓർഗനൈസേഷനൊക്കെയാണ് 555 LLC എന്ന് പറയുന്നതും അങ്ങനെയുള്ള ഒക്കെ ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇതിൽ അവിടെ 80% ടോക്കൺ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എത്ര വർഷത്തിനാണ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്? 3 ഇയറിനാണ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു 200 മില്യൺ ടോക്കൺ തന്നെയാണ് ഇനി നമ്മുടെ മാർക്കറ്റിൽ കിടന്ന് കളിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരു പ്രൈസ് വരുമെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 800 മില്യൺ കോയിൻ പെട്ടെന്ന് വന്നിട്ട് ഇപ്പോൾ അവർ റിലീസ് ചെയ്യുമോ ആക്കോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഒഫീഷ്യലായിട്ട് കിട്ടിയിട്ടുള്ള കാര്യം പറഞ്ഞാൽ 3 വർഷത്തിന് അത് ലോക്ക് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് അത് ലിസ്റ്റ് ആക്കുക അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് വിടുകയുള്ളൂ, നമ്മൾ അത് റിലീസ് ചെയ്യുള്ളൂ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് 200 മില്യൺ സപ്ലൈ എന്ന് പറയുന്നതും ഇത്ര ആൾക്കാർക്ക് ഇത് നീഡ് എന്ന് പറയുമ്പോൾ അതിന് നല്ല രീതിയിൽ തന്നെ വാല്യൂ കൂടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതും 2 ദിവസത്തിന് മാത്രമാണ്, ഞാൻ വെറുതെ ഒരു റിമൈൻഡർ ആയിട്ട് പറയാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പർപ്പസ്? അപ്പോൾ ഇയാൾ വന്നിട്ട് എന്തിനാണ് ഈ ഒരു പെട്ടെന്നൊരു കോയിൻ ഉണ്ടാക്കിയത്? അതിന് തന്നെ പറഞ്ഞു അവരിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ളൊരു കാര്യം. പക്ഷെ നമുക്ക് ബേസ് ആയിട്ടുള്ള എന്താണ് ഇൻ ഡീറ്റെയിൽ എന്ന് നോക്കാം. അപ്പോൾ ദ ട്രംപ് കോയിൻ ഈസ് പ്രൊമോട്ടഡ് ആസ് എ പീസ് ഓഫ് ഹിസ്റ്ററി സെലിബ്രേറ്റിംഗ് ട്രംപ് ലീഡർഷിപ്പ്. അപ്പോൾ ഇത് തന്നെയാണ്, ആൾ ജയിക്കുന്നതിന് മുമ്പ് തന്നെ അയാളുടെ ഒരു പേരിൽ എന്തെങ്കിലും ഒരു ന്യൂസ് വരണം, കേൾക്കണം, ആൾക്കാർ അത് എന്ത് ചെയ്യണം, സെലിബ്രേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമാണ് ലോകം മൊത്തം അറിയുള്ളൂ. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊരു ക്രിപ്റ്റോ കറൻസിയും കൂടി ആയപ്പോൾ തന്നെ ഇനി ഫ്യൂച്ചർ മൊത്തം ഈ അമേരിക്കയിൽ ക്രിപ്റ്റോ കാര്യങ്ങൾ ലീഗലൈസ് ചെയ്യലായിക്കോട്ടെ അല്ലെങ്കിൽ അതിനെ പറ്റി യൂസ് ചെയ്യുകയായിക്കോട്ടെ, കൂടുതൽ ട്രാൻസാക്ഷനും എല്ലാ കാര്യങ്ങളും ക്രിപ്റ്റോ കറൻസി ആയിട്ട് മാറ്റാനുള്ള ഒരു ഐഡിയയും കൂടിയാണ് ഈ ഒരു പീസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ പേരിൽ ഈ ട്രംപ് കോയിൻ നമ്മുടെ വഴിക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഹൗഎവർ ദ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇൻക്ലൂഡിങ് ഡിസ്ക്ലൈമർ സ്റ്റാറ്റിംഗ് ദാറ്റ്. അപ്പോൾ നമ്മൾ എല്ലാവരും മീം കോയിൻ ഉണ്ടാക്കുമ്പോൾ ഇത് ട്രസ്റ്റഡ് ആണോ ഇല്ലയോ എന്ന് നമ്മുടെ ഈ ബ്ലം മീം ബാറ്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, അവിടെ നമുക്കൊന്ന് ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവർ തന്നെ ഈ ഡിസ്ക്ലെയിമർ ആയിട്ട് അവൻ്റെ ഒഫീഷ്യൽ പേജിൽ ഇട്ടിട്ടുണ്ട്, നോട്ട് ഇൻറ്റൻഡഡ് ടു ബി ഓർ ദ സബ്ജക്റ്റ് ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഓർ എ സെക്യൂരിറ്റി ഈസ് നോട്ട് പൊളിറ്റിക്കൽ, ഹാസ് ബീൻ നത്തിങ് ടു വിത്ത് എനി പൊളിറ്റിക്കൽ ക്യാമ്പയിൻ, പൊളിറ്റിക്കൽ ഓഫീസ്, ഗവൺമെൻറ് ഏജൻസി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കോയിൻ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഞങ്ങളായിട്ടൊരു ഗവൺമെൻറ് അങ്ങനെയുള്ള രീതിയിലൊന്നും ഉണ്ടാക്കുന്നതല്ല. നമ്മുടെ ഈ ഒരു ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒരാൾ തനിയെ ഉണ്ടാക്കുന്ന കോയിനാണ്. പക്ഷെ അയാളുടെ മണ്ടയ്ക്ക് നിൽക്കുന്നത് പ്രസിഡന്റ് ആണെന്ന് ഇവർ തന്നെ മറന്നു പോകണോ അത് എല്ലോ എന്നാണ്. പക്ഷെ ഒക്കെ ഇതൊരു സ്ട്രാറ്റജികളാണ്. അവർക്കും നല്ല രീതിയിൽ തന്നെ ഫണ്ട് കിട്ടും, നമുക്കും നല്ല രീതിയിൽ തന്നെ ഫണ്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ സമയത്തിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, അത് സെല്ല് ചെയ്യണം, എന്നാൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഇതൊക്കെ മീം കോയിനാണ്. നമ്മൾ നല്ല രീതിയിൽ തന്നെ അവിടെ മേലെ നിന്ന് പറഞ്ഞാൽ അങ്ങനെ താഴത്തേക്ക് നമ്മൾ നോക്കി ഇങ്ങനെ മേലേക്ക് നോക്കുമ്പോഴേക്കും ആ സാധനം മൊത്തം താഴത്ത് വീണിട്ടുണ്ടാവും. അപ്പോൾ ദ പൊട്ടൻഷ്യൽ ഇമ്പാക്റ്റ് ഓഫ് കോയിൻ വാല്യൂ പോസ്റ്റ് ഇനാഗുറേഷൻ. അപ്പോൾ നമ്മൾ
അടുത്ത് സംസാരിക്കാനുള്ളത് ജാനുവരി 20 എങ്ങനെയാണ് ഇതിൽ കൂടുതലായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ജാനുവരി 20 എല്ലാവരും വാല്യൂ കൂടും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ജാനുവരി 20 ട്രംപ് എന്ന് പറഞ്ഞിട്ടുള്ള കോയിനായിരിക്കും കൂടുതൽ വാല്യൂ കൂടുക. എന്താണെന്ന് പറഞ്ഞാൽ അയാളാണ് പ്രസിഡന്റ്, അയാളുടെ പേരിലാണ് ഇത്. എല്ലാ ന്യൂസ് ചാനലിലും ട്രംപ് കോയിനാണ്. അപ്പോൾ ഏതിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ കൂടുക? ട്രംപ് തന്നെയാണ്. ദി ഇനാഗ്രേഷൻ ഡൊണാൾഡ് ട്രംപ് ആസ് ദ 47th president of the United States on January 20, 2000 may influence the value of Trump coin. Historically significant political event impact cryptocurrency. അപ്പോൾ പൊളിറ്റിക്കലി ആയിട്ടും അവരെന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു മൂവ്മെൻ്റ് ഒക്കെ നടത്തുമായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. ഓഫൻ ലീഡിങ് ടു ഇൻക്രീസ് വയലൻറ്റി ഗിവൻ ട്രംപ് ഈസ് എ മീം കോയിൻ, എ ടൈപ്പ് ഓഫ് ക്രിപ്റ്റോകറൻസി ഫോർ ഇറ്റ്സ് വയലേറ്റി ആൻഡ് സ്പെക്ടാലിറ്റർ നേച്ചർ എന്ന് പറയും. എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു മീം കോയിൻ ആണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലോസ് ഉണ്ടാവുമെന്ന് അവർ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഹൗവെവർ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ദാറ്റ് മീം കോയിൻ ടിപ്പിക്കലി ലാക്ക് ഇൻഡെക്സ് വാല്യൂ ടു സബ്ജക്ട് ടു റാപ്പിഡ് പ്രൈസ് ചേഞ്ചസ് ബേസ്ഡ് ഓൺ ദ മാർക്കറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് അവർ പറഞ്ഞത്. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതാണ്, നിങ്ങളിതൊരു ബിറ്റ് കോയിൻ ആയിട്ടോ അല്ലെങ്കിൽ സാധാരണ വലിയ കോയിൻ ആയിട്ടൊന്നും ഇത് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഇതൊരു വെറും മീം കോയിൻ ആണ്. അയാളുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഗവൺമെൻറ് അല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, അവൻ്റെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അയാളാണ് ഇങ്ങനെ ഒരു കോയിൻ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അടുത്തത് നമുക്കിതിൽ ഒരുപാട് കോഷൻ ഫോർ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൽ ഹൈലി വയലേറ്റ് ആവുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽ ഒക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഇട്ട് തരാം. ഇതൊന്നും നമുക്ക് റെഗുലറായിട്ട് ഞാൻ ഇത്രത്തോളം പറഞ്ഞില്ലേ, ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയുള്ളത്. എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്ന് എടുത്തു എന്നുള്ളൊരു ഇതിൻ്റെ ഒരു ന്യൂസ് ചാനലും അങ്ങനെയുള്ള കാര്യങ്ങളും ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ പ്രൈസ് പ്രെഡിക്ഷനാണ്. ഈ പ്രൈസ് പ്രെഡിക്ഷൻ അറിയണമല്ലോ, എന്നാൽ മാത്രമല്ല നമുക്കിത് വാങ്ങണോ, ഇന്ന് വാങ്ങിയിട്ട് എത്രയ്ക്ക് വാങ്ങിയിട്ട് നാളെ ഇത് വിൽക്കാം എന്നുള്ളതൊക്കെ. ഞാൻ ഇപ്പോഴും വാങ്ങി വെച്ച് ഹോൾഡിംഗ് ആണ്. എൻ്റെ എത്രത്തോളം ലോസ് ആയിട്ടെന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ദ പ്രൈസ് പ്രെഡിക്ഷൻ ഫോർ ക്രിപ്റ്റോ കറൻസി എസ്പെഷ്യലി മീം കോയിൻ ലൈക്ക് ട്രംപ് ആർ ഇൻ അവർ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറയാം മീം കോയിൻ ആയത് കാരണം ഒരുപാട് ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. ഫാക്ടേഴ്സ് ദാറ്റ് കുഡ് ഇൻഫ്ലുവൻസ് ട്രംപ് പ്രൈസ്. അപ്പോൾ ഇതിൽ ഈ ഒരു കോയിൻ്റെ എന്തൊക്കെ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു കോയിൻ്റെ വാല്യൂ കൂടാനുള്ള കാര്യം? ഫസ്റ്റ് ഡേ തന്നെ മെയിനായിട്ട് ഇനാഗ്രേഷൻ ഡേ ആണ്, ജാനുവരി 20. അപ്പോൾ ഇത് മീഡിയ ഓഫ് ട്രംപ് ഇനാഗ്രേഷൻ ക്രിയേറ്റ് ഹൈലൈറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് ഷോർട്ട് ടേം പ്രൈസ് സർജ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ന്യൂസ് ചാനലും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രൈസ് കൂടും. അപ്പോൾ അതേപോലെ തന്നെ ട്രംപ് സോ വാല്യൂ ഹെവിലി റിലേറ്റഡ്, ഇതിന് കുറേ പോസിറ്റീവ് ട്രെൻഡ്സ് ഉണ്ടാവും. എല്ലാം കൊണ്ടും നല്ല രീതിയിൽ തന്നെ നല്ല വാല്യൂ വരും. അതേപോലെ തന്നെ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് മാർക്കറ്റ് ലിക്വിഡിറ്റി ആൻഡ് സപ്ലൈ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 80% ഇപ്പോഴും അവിടെ ഹോൾഡാണ്. ആ 200 മില്യൺ ടോക്കൺസ് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വരാനുള്ള ഒരു ചാൻസും ഇതിലുണ്ട് എന്നാണ് ഞാൻ പറയുന്നുള്ളൂ. എല്ലാം 100% പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ആയി എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനിവിടെ ഇരിക്കേണ്ടി വരില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഷോർട്ട് ടേം പ്രെഡിക്ഷനും ബുള്ളിഷും എന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എത്രത്തോളം വാല്യൂയിൽ വരുന്നും കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇത് ബുള്ളിഷ് എന്ന് പറഞ്ഞത് ഏറ്റവും മാക്സിമം വരാനുള്ളത് ഞാൻ പറയുന്ന ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ $40 to $50 വരെയാണ്. ഇത് നാളെ തന്നെയാണ് വരിക. എന്താണെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് മേ ബി കൂടുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് വലിയ ഉറപ്പില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഈ നാളെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മറ്റൊന്ന് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. ഇന്ന് മേടിച്ചിട്ട് നാളെ എങ്ങനെയെങ്കിലും സെല്ല് ചെയ്യണമല്ലോ വന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇരിക്കുന്ന കൂടുതൽ ആൾക്കാരായിരിക്കും ഇത് മേടിച്ചിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് ഏറ്റവും കുറഞ്ഞ വാല്യൂ എവിടെ വരെ പോകുമെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഒരു $15 to $20. അതിൻ്റെ ഇനീഷ്യൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ തന്നെ $20 ആണ്. അപ്പോൾ അതിനേക്കാൾ ഒരു $5 താഴെയൊക്കെയാണ് ഞാനിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. മേ ബി ഇപ്പം തന്നെ അത് $15 to $20 ആയിട്ടുണ്ടാവും. എന്നാന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ നൈറ്റൊക്കെയാണ് കൂടുതൽ ആൾക്കാർ മേ ബി ഇരിക്കാം, ഇല്ലാതിരിക്കാം, ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, അതൊന്നും നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ 2 വാല്യൂ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഹയസ്റ്റ് പ്രൈസ് പോകാനുള്ളത് ഒരു $40 ആയിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് പോകാനുള്ളത് $15 അടുത്ത്, ഇല്ലെങ്കിൽ ഒരു $10 to $15 അവിടെയൊക്കെ ആയിരിക്കും ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ഇതിൽ പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും മെയിനായിട്ട് ഇതിൽ നോക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു മീം കോയിൻ ആണ്. ദ പ്രെഡിക്ഷൻ ആർ ഹൈലി അൺസർട്ടൻ. മീം കോയിൻ ആർ നോട്ട് നൊട്ടോറിയസ് ഫ്രൂ എക്സ്ട്രീം വയലറ്റി ആൻഡ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ഷുഡ് ഓൺലി യൂസ് ഫണ്ട് ദേ ആർ വില്ലിംഗ് ടു ലോസ് ആൻഡ് അവോയ്ഡ് റിലൈൻ. അപ്പോൾ ഇതൊരു മീം കോയിൻ ആയ കാരണം ഇതൊരു പ്രസിഡന്റ് ഇല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ആയ കാരണം അവരുടെ സൈഡിലുള്ള ഒരു എമൗണ്ട് കൊടുക്കലും അവരുടെ ആയിട്ടുള്ള വിശ്വസിച്ച ആൾക്കാർ എമൗണ്ട് ഇടലും അവർക്ക് ഏത് സമയം തിരിച്ചെടുക്കലും ഒക്കെ ആവുമ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഒരുപാട് എന്താവും, പ്രശ്നങ്ങൾ വരും, നഷ്ടങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാം സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. അപ്പം ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിപ്പോൾ കറക്റ്റ് ഇതിൻ്റെ ഒരു വാല്യൂ ഞാൻ
കാണിച്ചു തരാം. ഞാനിവിടെ നേരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മേടിക്കാൻ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ $26 ആവുമ്പോഴാണ് ഞാൻ മേടിക്കാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ $24 വരുന്നില്ല, ഇല്ലെങ്കിൽ അതിനേക്കാളും കുറയില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്തായാലും കുറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പോൾ പമ്പായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇട്ട കാശ് വരെ ഇപ്പം എന്തായാലും ആയിട്ടുണ്ട്, $26 ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇപ്പോൾ മേടിച്ചു എന്ന് പറഞ്ഞാൽ ഇതിനൊരു പൊട്ടൻഷ്യൽ നമുക്ക് ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടില്ലേ, 40 ഒരു വാല്യൂയിലേക്ക് വെച്ചിട്ടാണ് ഞാൻ ലിമിറ്റ് ഓർഡർ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതൊരു 40 കയറുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ എത്ര USDT ഉണ്ടോ നിങ്ങളത് ഒരു $24 to $26 ആകുമ്പോൾ ഈ കോയിൻ മേടിച്ചിട്ട് നിങ്ങളിത് മീം കോയിൻ ആയ കാരണം ഇത് മേടിച്ചും കൊണ്ട് നാളെ നോക്കാം മറ്റന്നാൾ നോക്കാം എന്ന് പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ലോസ് ഉണ്ടാവും. നിങ്ങളത് ചിന്തിക്കണം. ഇത് സ്പോട്ട് ട്രേഡിംഗ് ആണ്, ഇല്ലെങ്കിൽ ഷോർട്ട് ട്രേഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ 24 മണിക്കൂറും നിങ്ങൾ നോക്കിയിരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അല്ലാതെ ഒരു പ്രോഫിറ്റും നമുക്ക് കിട്ടില്ല. ഞാനിവിടെ മേടിച്ചത് എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെയാണ് മേടിച്ചത്. എന്നിട്ട് വാല്യൂ കുറഞ്ഞു, $24 ആയി. ഞാനിവിടെ $26 മേടിച്ച് $26 മേടിച്ചിട്ട് ഇപ്പോഴാണ് $26 പിന്നെ ആവുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കുറയുമ്പോഴും കൂടുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനും മറക്കാതെ നോക്കിയിരിക്കണം. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്ന കാരണമാണ് ഇത് കുറഞ്ഞിട്ട് മേലെ പോയത്. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ കുറയുന്ന സമയം ഞാൻ അപ്പോഴേക്കും വിറ്റ് കഴിഞ്ഞ് എൻ്റെ പ്രോഫിറ്റ് അവിടെ തന്നെ, ഇല്ലെങ്കിൽ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ തന്നെ നിലനിർത്തി തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിയെന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും, അത്രത്തോളം നിലനിർത്തിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു മീം കോയിൻ ട്രേഡ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ഇത് ഇന്ന് മേടിച്ച് വെച്ചിട്ട് നാളെ നോക്കാവൂടെ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ലോസ് ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ ഒരു ട്രേഡിങ് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വേറെ ഒരു കാര്യങ്ങൾക്കും സമയം ചിലവഴിക്കാതെ 10 കാര്യങ്ങൾ ചെയ്തിട്ട് ഇതൊരു കാര്യങ്ങളായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് പൈസൻ്റെ ഇടപാടാണ്, നിങ്ങൾക്ക് പൈസ പോവും. നിങ്ങൾക്ക് ലോങ് ടേം ഒക്കെ ചെയ്തു, അതിൻ്റെ പൊട്ടൻഷ്യലും ബിറ്റ് കോയിനിലൊക്കെ വാങ്ങി വെക്കുന്നതൊന്നും ഞാൻ ഒരിക്കലും വേണ്ടെന്ന് പറയില്ല. പക്ഷേ ഇങ്ങനെയുള്ളൊരു കോയിനിൽ നിങ്ങൾ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇരിക്കണം. നിങ്ങൾക്ക് എവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കാശ് നിങ്ങൾ ലോസ് ചെയ്യാൻ പോകാന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ സെല്ലിടണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെയും മേടിച്ചോ, ഉള്ള സമയമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഇല്ലയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നഷ്ടങ്ങളും ഉണ്ടാവാൻ പറ്റുന്ന ഒരു കോയിനാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മോസ്റ്റ്ലി കൂടുതൽ USDT കാശൊക്കെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ മേടിക്കുക. അപ്പോൾ മേടിച്ചു എന്ന് പറഞ്ഞാൽ നാളെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മേടിച്ചതിനേക്കാളും കുറച്ച് നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഇതും നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്ത് നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. ഞാൻ ഹോൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഫയൽ വേണമെങ്കിൽ ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും 10 തവണ അല്ലെങ്കിൽ 100 തവണ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ ലൂട്ടിൻ്റെ കാര്യം ഞാൻ പറയുന്നുണ്ട്. ഈ ലൂട്ട് നിങ്ങൾക്ക് കയറിയാൽ മാത്രമാണ് നിങ്ങൾക്ക് വല്ല പ്രോഫിറ്റ്, നമുക്ക് ഇങ്ങനെ ഒരു ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഇന്നലെ തന്നെ ഏഞ്ചൽ വണ്ണിൻ്റെ 3-4 പേര് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ട് തരാം. അപ്പോൾ ഞാനിവിടെ ആദ്യം പറയുന്നത് 171 രൂപൻ്റെ ഏഞ്ചൽ വണ്ണാണ്. എനിക്ക് 160 രൂപയെ കിട്ടുള്ളൂ, നിങ്ങൾക്ക് പക്ഷേ 171 രൂപ കിട്ടും. ഇതിലൊന്ന് കയറി എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ UPI ഇവിടെ കൊടുക്കുക. UPI കൊടുത്തു എന്ന് പറഞ്ഞാൽ നേരെ പ്ലേ സ്റ്റോറിലേക്കാണ് പോവുക, അല്ലാതെ ഒരു വെബ്സൈറ്റിക്കോ അങ്ങനെയുള്ള ഒരു കാര്യത്തിലും പോവില്ല. കുറേ പേര് ഇതിന്ന് ഫണ്ട് എടുത്തു. ആ ഫണ്ട് എടുത്തതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ അതിൽ പറയുന്ന സ്റ്റെപ്സുകൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അക്കൗണ്ട് എടുക്കണം, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് KYC കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, അതിന് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അല്ലാതെ വെറുതെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല. നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യണം, KYC കംപ്ലീറ്റ് ചെയ്യണം, അക്കൗണ്ട് എടുക്കണം. ഇതിനൊരു ചാർജോ വർഷത്തിന് ചാർജോ ഒരു ചാർജും പിടിക്കുന്നില്ല. നിങ്ങൾക്ക് ആ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവരുടെ സെറ്റിംഗ്സ് ഓപ്ഷനിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എനിക്ക് ഇന്നലെ ഏഞ്ചൽ വണ്ണിൻ്റെ കയറിയ ക്യാഷാണ് ഇത്. ഞാൻ നിങ്ങൾക്ക് എപ്പോഴും കാണിച്ചു തരുന്നുണ്ട് പേയ്മെൻറ്റ്. എന്താണെന്ന് പറഞ്ഞാൽ ഇത് മിസ്സാക്കണ്ട, ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിർത്തും. നേരത്തെയൊക്കെ ഞാൻ 10-15 ലൂട്ട്സൊക്കെ ഇട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ വെറും 5-6 ലൂട്ട്സൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതിങ്ങനെ ഓരോ സമയമാകുമ്പോൾ നമുക്ക് എന്താണ് അതൊക്കെ സ്റ്റോപ്പ് ആവും. നിങ്ങൾ മസ്റ്റായിട്ട് ഇതിലും കൂടി കയറി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പൈസ കിട്ടും. നിങ്ങൾ എന്തായാലും അപ്പോൾ ഈ ഒരു മീം കോയിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ട്രംപ് നമുക്കൊരു പേഴ്സണലായിട്ട് ഇല്ലെങ്കിൽ അയാളുടെ ഒരു ഓർഗനൈസേഷൻ ഇല്ലെങ്കിൽ അയാളുടെ ഒരു കമ്പനി എന്തുണ്ടാക്കിയിട്ടുണ്ട്, ഒരു ട്രംപ് എന്ന് പറഞ്ഞിട്ടുള്ള മീം കോയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ട്രംപ് എന്ന് പറഞ്ഞിട്ടുള്ള മീം കോയിൻ ഒരുപാട് ഫ്ലക്ച്വേഷനും വയലേഷനും എല്ലാം ആവാം. എന്താണെന്ന് പറഞ്ഞത് ബിറ്റ് കോയിൻ ആയിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഇത് മീം കോയിൻ ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം പ്രൈസ് പോകാൻ പോകുന്നത് ഒരു $40 to ഒരു $50 ആണ്. ഏറ്റവും കുറഞ്ഞ പ്രൈസ് പോകാൻ പോകുന്നത് $10 ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇത് ഷോർട്ട് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇത് ലോങ് ട്രേഡ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല.
എന്താണെന്ന് പറഞ്ഞാൽ ഇടയിൽ ഒരുപാട് നഷ്ടവും ലാഭവും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഷോർട്ട് ട്രേഡ് ചെയ്യുക. ഷോർട്ട് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ 100% ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ വേറെ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് ഇൻഫർമേഷൻ എത്തിക്കുക. നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ട്രേഡിംഗ് ഓപ്ഷൻ ഓപ്പൺ ആക്കിയിട്ട് ഇത് ട്രേഡ് ചെയ്തിട്ട് വല്ല പൈസ നാളെ ആകുമ്പോഴേക്കും അത് വിഡ്രോ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒന്ന് ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴാണ് വാങ്ങുന്നത്, ഞാൻ എപ്പോഴാണ് സെല് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ സ്പോട്ടിൽ ഇടുന്നുണ്ട്. അപ്പോൾ ടെലിഗ്രാം ചാനലും നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.